ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആറാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരവും നൽകുന്നുണ്ട്. അപ്പോൾ ആറാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റായി ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ് എന്നിവയെല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഈ വർഷം മുതൽ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ പാഠഭാഗം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാഠമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിനെ ഒന്ന് പരിചയപ്പെടാം. മൊത്തം 7 യൂണിറ്റുകളാണ് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ആദ്യത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്, ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻസ്. സെക്കൻഡ് ചാപ്റ്റർ ഏർലി സ്റ്റേറ്റ്സ്. തേർഡ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ്. കൾച്ചറൽ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ്, ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി ത്രൂ ദ കോണ്ടിനെൻറ്റ്സ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻസ്, അതായത് പണ്ട് കാലത്തുള്ള ആദിമ മനുഷ്യരെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവിടുത്തെ സംസ്കാരങ്ങളെ കുറിച്ചിട്ടുമൊക്കെ പറയുന്ന പാഠമാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ എന്താണ്, അതായത് ജവഹർലാൽ നെഹ്റു ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, അതായത് ലെറ്റർ ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന് പറയുന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. Probably the first men were hardly men like we know them today. They must have been half apes, half men, living rather like monkeys. Do you remember going with you see a professor in Heidelberg, Germany? He showed us a little museum full of fossils and especially an old skull which he kept carefully locked in a safe. The skull was supposed to be belongs to one of those earliest men. We now call him as Heidelberg man, simply because the skull was found burned here, ഹൈഡൽബർഗ്. അതായത് ആദിമ മനുഷ്യർ പണ്ട് കാലത്തുള്ള ആളുകൾ നമ്മളിപ്പോൾ വിചാരിക്കുന്നത് പോലെ കാണുന്നത് പോലെ ആയിരിക്കുന്നില്ല. അവർ ഒരുപാട് വ്യത്യസ്തമായിട്ട്, അതായത് ഒരു കുരങ്ങനെ പോലെയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ജർമ്മനിയിലുള്ള ഹൈഡൽബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രൊഫസറെ ആര് കാണാൻ പോയപ്പോൾ പോയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചുള്ള ലെറ്ററാണ്. അവിടെ ജന്തുക്കളുടെ അവശിഷ്ടങ്ങളും അതൊക്കെ സൂക്ഷിച്ചുള്ളൊരു ബംഗ്ലാവ് എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ് ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, അവിടെ ആ തലയോടാണ് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അതൊരു ആദിമ മനുഷ്യൻ്റെ തലയോട്, സ്കള്ളാണെന്നാണ് വിചാരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിനെന്താണ് പറയുന്നത്, ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്നാണ് അതിൽ പറയുന്നത്. What you read is the passage from Jawaharlal Nehru book, Letter from a Father to His Daughter. അപ്പോൾ അതായത് ജവഹർലാൽ നെഹ്റു ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. What is the historical remind that Jawaharlal Nehru mentioned here? ഇവിടെ എന്താണ് നെഹ്റു പരാമർശിക്കുന്നത്? അതായത് അവിടുത്തെ ബ്രെയിൻ, അതായത് അവിടെ the skull of a Heidelberg man, അതായത് ഹൈഡൽബർഗിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സ്കള്ളും, ഒരു മനുഷ്യൻ്റെ സ്കള്ളിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. According to him, what was it obtained from? എവിടുന്നാണ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്? ഫ്രം ദ സിറ്റി ഓഫ് ഹൈഡൽബർഗ്, അതായത് ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നാണ്. ദ ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ഓഫ് ദ പ്രിമിറ്റീവ് ഹ്യൂമൻ ഈസ് എസ്റ്റിമേറ്റ് ടു ബി ലാക്സ് ഓഫ് ഇയർ ഓൾഡ്. അതായത് ഈ പണ്ട് കാലത്തുള്ള ആദ്യമായിട്ടുള്ള മനുഷ്യൻ്റെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. നെക്സ്റ്റ് പേജിൽ പറയുന്നത്, ക്യാൻ യു തിങ്ക് ദ പീപ്പിൾ ഹു ലിവ്ഡ് ഓൾ ദിസ് ഇയേഴ്സ് എഗോ ഓർ അബൌട്ട് ദാറ്റ് പീരിയഡ്? അതായത് നമുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ആ കാലഘട്ടം എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഷാൾ വി ടേക്ക് എ ലുക്ക് അറ്റ് ദ ഹിസ്റ്ററി ഓഫ് പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം? അതായത് ആ സമയത്ത് ഉണ്ടായിരുന്ന മനുഷ്യരെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ചാലോ? അതാണ് ഈ പാഠഭാഗത്തിലൂടെ പറയുന്നത്. ലെറ്റ്സ് ട്രേസ് അവർ ആൻസിസ്റ്റേഴ്സ്, അതായത് നമ്മുടെ പൂർവികരെ കണ്ടെത്താം എന്നതാണ്. ലുക്ക് അറ്റ് ദ ഫാമിലി ട്രീ ദാറ്റ് സിനു പ്രിപ്പയർ, ഇൻക്ലൂഡിംഗ് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി പ്രീവിയസ് ജനറേഷൻസ്. അതായത് സിനു തയ്യാറാക്കിയിട്ടുള്ള അവളുടെ ഒരു ഫാമിലി ട്രീ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് അവൾക്ക് അറിയാവുന്നത്, അതായത് അവളുടെ അച്ഛനെയും അമ്മയുടെയും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അച്ഛൻ്റെ അമ്മയുടെയും അച്ഛനെയും കൊടുത്തു, അതുപോലെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെയും കൊടുത്തു. ഇൻ ദിസ് വേ ഡീറ്റെയിൽസ് ഓഫ് ഹൗ മെനി ജനറേഷൻ ഓഫ് യുവർ ഫാമിലി ക്യാൻ യു ഫൈൻഡ്? ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ കുടുംബത്തിലെ എത്ര തലമുറകളെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വിവരങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുക എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, നിങ്ങളുടെ അച്ഛനോടും അതുപോലെ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ഇഫ് വി ഗോ ബാക്ക് 1000 of generations
ജനറേഷൻ ലൈക്ക് ദിസ് വി ക്യാൻ റീച്ച് ദ ഏർലി ഹ്യൂമൻസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുപാട് വർഷങ്ങളും തലമുറകളും പിറകോട്ട് പോകുമ്പോൾ നമുക്ക് ആദിമ മനുഷ്യരെ ചെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇതിനി ഫെർദർ റീഡിംഗ് ആണ്. ഇത് ആവശ്യമില്ല, അതായത് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് എക്സാമിന് അധികം ചോദിക്കുകയൊന്നും ചെയ്യില്ല. BCE ആൻഡ് CE എന്താണെന്ന് നോക്കാം. ക്രോണോളജിക്കലി ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 periods, ബിഫോർ കോമൺ എറ ആൻഡ് കോമൺ എറ. ബേസ്ഡ് ഓൺ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് earlier it was divided into BC and AD. The period before the birth of Christ was known as BC, before Christ, and the period after the birth of Christ was known as AD, Anno Domini. These days it is known as BCE and CE respectively. അതായത് എന്താണ്, നമ്മുടെ ഈ കാലഘടനയൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഈ ഹിസ്റ്ററിയെ, ചരിത്രത്തെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ബിഫോർ കോമൺ എറ, അതുപോലെ തന്നെ കോമൺ എറ എന്ന് പറഞ്ഞത്. അതായത് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളിത് കണക്കാക്കുന്നത്. അതായത് BC എന്ന് പറയും, അതുപോലെ തന്നെ AD എന്ന് വിഭജിച്ചിട്ടുണ്ട്. അപ്പം ക്രൈസ്റ്റ്, അതായത് ജീസസ് ക്രൈസ്റ്റ് ജനിക്കുന്നതിനേക്കാൾ മുമ്പുള്ള കാലത്തെ ബിഫോർ ക്രൈസ്റ്റ് എന്നും ജനിച്ച ശേഷമുള്ളതിനെ അന്നോ ഡൊമിനി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെഞ്ചുറി ഡിനോട്ട്സ് 100 years, എ മില്യൺ ഇയർ ഡിനോട്ട്സ് 10 years. അതായത് ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത് 100 വർഷം. അതുപോലെ തന്നെ ഒരു ദശലക്ഷ വർഷം എന്നാൽ 10 ലക്ഷം വർഷം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ്, അതായത് മനുഷ്യരെ ഉത്ഭവവും അവരുടെ എവല്യൂഷൻ, പരിണാമത്തെക്കുറിച്ചാണ് പറയുന്നത്. Human fossils are the important sources that help us to learn about the history of early humans. അതായത് മനുഷ്യരെ കുറിച്ചുള്ള ചരിത്രത്തിനെ നമുക്ക് അറിയാൻ വേണ്ടി ഏറ്റവും വളരെ സഹായിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ് എന്ത്, ഹ്യൂമൻ ഫോസിൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബൈ സയൻറ്റിഫിക്കലി കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് സച്ച് ഫോസിൽസ് ദാറ്റ് ഹിസ്റ്ററി ഓഫ് ഒറിജിൻ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് ഈസ് റിട്ടൺ. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മനുഷ്യരെ ഉത്ഭവത്തെ പറ്റിയിട്ടും അതിനെക്കുറിച്ചിട്ടൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഫോസിൽസ് നിങ്ങൾക്കറിയാമോ? ഫോസിൽസ് ആർ ദ റിമൈൻസ് ഓഫ് ഏൻഷ്യൻറ്റ് പ്ലാന്റ്സ്, animals and humans. These are generally embedded in rocks, have been preserved for millions of years. അതായത് പണ്ട് കാലങ്ങളിലുള്ള പ്ലാന്റ്സിൻ്റെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ശേഷിപ്പുകളാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. എന്താണ്, അവയെ ഇങ്ങനെ വർഷക്കണക്കിന് ലക്ഷങ്ങളായിട്ട് സംരക്ഷിച്ച് വരുന്നതിനെയാണ് നമ്മൾ ഫോസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹ്യൂമൻ ഫോസിൽസ് എന്ന് പറയുന്നത് മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ എന്നതാണ്. ദ നെക്സ്റ്റ് ടോപ്പിക്, ഹ്യൂമൻ എവല്യൂഷൻ. It was Charles Darwin who proposed a scientific view on the origin of human beings. He suggests that humans have originated through organic changes that took place over a long period of time. He called this process evolution. He presented the theory of human evolution in his book on the origin of species published in 1859. അതായത് ചാൾസ് ഡാർവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് എന്താ പറയുന്നത്, അതായത് ഈ ഒറിജിൻ ഓഫ് ഹ്യൂമനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സയൻറ്റിഫിക് ആയിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരുപാട് വർഷത്തെ ദീർഘകാലം കൊണ്ട് സംഭവിച്ചിട്ടുള്ളൊരു മാറ്റം കൊണ്ടാണ് മനുഷ്യൻ്റെ ഉത്ഭവം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് 1859 ഒരു ബുക്ക് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ മനുഷ്യൻ്റെ എവല്യൂഷനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം അതിലൂടെ പറയുന്നത്. Charles Darwin was born in England on February 12, 1809. He is a naturalist who helped in understanding the process that led to the origin of life on Earth and diversity of living organisms. Charles Darwin explains through his theory of evolution that all living species evolved over a period of time and took millions of years to reach its present form. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നവർ ജനിച്ചതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൂമിയിലുള്ള ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ചിട്ടുമൊക്കെ അദ്ദേഹം നയിച്ചിട്ടുള്ള പ്രക്രിയകളെ മനസ്സിലാക്കിയിട്ട് ഉള്ളൊരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എല്ലാ ജീവജാലങ്ങളുടെ ഇങ്ങനെയുള്ള പരിണാമത്തെക്കുറിച്ചിട്ടൊക്കെ ഓരോ ദശലക്ഷ വർഷം എടുത്തുവെന്നാണ് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിലൂടെ വിശദീകരിക്കുന്നത്. ഇനി ആൻസിസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻസ്, അതായത് മനുഷ്യരുടെ പൂർവികരാണ് ആരാണ്? Early humans evolved millions of years ago. Human evolution began from primates, a category of mammals. Observe the flowchart that include the various stages of evolution. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് various stages ആണ്. എവല്യൂഷൻ്റെ ഓരോ സ്റ്റേജുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്.
അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വന്നിട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ്സ്, എ കാറ്റഗറി ഓഫ് മാമൽസ് ആണ്, അതായത് മാമൽസിൻ്റെ ഒരു വിഭാഗത്തെയാണ്. ദെൻ അതിൽ നിന്ന് ഹൊമിനോയിഡ്സ് ആയത്, അതായത് എന്താണ് 4 കാലിൽ നടത്തം, വാക്കഡ് ഓൺ ദ 4 legs ആയി മാറി. ദെൻ അതിൽ നിന്ന് വീണ്ടും മാറ്റങ്ങൾ വന്നിട്ട് ഹൊമിനിഡ്സ് ആയിട്ട് മാറി, വാക്കഡ് 2 legs 2 കാലിൽ ഇരുകാലിൽ നടത്തമായി. ദെൻ അതിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ആസ്ട്രോലോപിത്തഗസ് എന്ന് പറയുന്നത്, ഹോമോ എന്ന് പറയുന്നത്. ദെൻ ഈ ഹോമോനെ 3 ആയിട്ട് divided into 3 sectors, that is Homo habilis, Homo erectus, Homo sapiens എന്നീ 3 സ്റ്റേജസിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നതാണ് ദ ടൂൾ മേക്കേഴ്സ്, അതായത് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ. ഹോമോ എറക്നസ് എന്ന് പറയുന്നത് ദ അപ്രൈറ്റ് ഹ്യൂമൻസ്, നിവർന്നു നിൽക്കുന്ന മനുഷ്യരെയാണ്. ദെൻ ഇപ്പോൾ നമ്മൾ കാണുന്ന വിവേകവും ബുദ്ധിയും ഒക്കെ ഉള്ള വ്യക്തികളെയാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. മനുഷ്യരുടെ സയൻറ്റിഫിക് നെയിമാണ് ഹോമോ സാപ്പിയൻസ്. യു ഹാവ് ബി സീ ഫ്രം ദ ഫ്ലോ ചാർട്ട് ദാറ്റ് ഹോമോ ഹാബിലൻസ്, ഹോമോ എറക്നസ് ആൻഡ് ഹോമോ സാപ്പിയൻസ് will be subgroups of Homo. അതായത് ഹോമോൻ്റെ സബ് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ. ദ ഹ്യൂമൻ സ്പീഷീസ് ടു വിച്ച് ഈസ് ബിലോങ് ടു ഹോമോ സാപ്പിയൻസ്. അപ്പോൾ നമ്മളായിട്ടുള്ള മനുഷ്യർ അടങ്ങിയിട്ടുള്ളത് ഹോമോ സാപ്പിയൻസിലാണ്. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിങ് ദ വാരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ വാരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ്റെ ആ ബോക്സ് നിങ്ങൾ പഠിച്ചാൽ മതി, അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, വാരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അതായത് മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഏർലി ഹ്യൂമൻസ് ലീവ്ഡ് ഇൻ ഫോറസ്റ്റ്, അതായത് ആദിമ മനുഷ്യർ ജീവിച്ചിരുന്നത് കാടുകളിലായിരുന്നു. ദ ലീവ്ഡ് ബൈ ഗാദറിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് ഹണ്ടിങ് ആനിമൽസ് ടു ഈറ്റ് ഡെയർ മീറ്റ്, അതായത് അവർ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിച്ചിട്ടും അതുപോലെ തന്നെ മൃഗങ്ങളെ വേട്ടയാടിയിട്ട് അതിൻ്റെ മാംസങ്ങളും ഒക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്. ദ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ഫ്രം ദെയർ സറൗണ്ടിങ്സ് ആസ് വെപ്പൻസ്, നല്ല പരുക്കനായിട്ടുള്ള കല്ലുകളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. സിൻസ് സ്റ്റോൺസ് വർ യൂസ്ഡ് ആസ് വെപ്പൻസ് ദിസ് പീരിയഡ് ഈസ് കോൾഡ് സ്റ്റോൺ ഏജ്, അതായത് അവർ കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിക്കുന്ന ആ കാലഘട്ടത്തെയാണ് നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ബേസ്ഡ് ഓൺ ദ ഡെവലപ്മെൻറ്റ് അച്ചീവ്ഡ് ഓവർ ടൈം ഇൻ വെപ്പൻസ് ആൻഡ് ടൂൾസ് മെയ്ഡ് stones, the stone age can be divided into 3 stages. അപ്പോൾ അതിലുണ്ടായിരുന്ന മാറ്റങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റോൺ ഏജിനെ എന്താണ് 3 ഡിവൈഡ് ഇൻറ്റു 3, അതായത് 3 സ്റ്റേജസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഇസ് പാലിയോളിത്തിക് ഏജ്, മെസോളിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നന്നായി പഠിക്കേണ്ട ഭാഗമാണ്, അതായത് ഏതൊക്കെയാണ് സ്റ്റോൺ ഏജ്, അതിൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സ് ആണ് നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത്. നോട്ട് ദ ക്യാരക്ടറൈസ്റ്റിക്സ് ഓഫ് വാരിയസ് സ്റ്റോൺ ഏജ് പീരിയഡ്സ്, അതായത് നമുക്ക് ഓരോന്നിനെയും ഉണ്ടായിട്ടുള്ള പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. പാലിയോലിത്തിക് ഏജ്, ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ്, അതായത് സ്റ്റോൺ ഏജിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ്, ഫസ്റ്റ് ആദ്യമായിട്ടുള്ള ഘട്ടമാണ്. യൂസ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്, അതായത് പരുക്കനായിട്ടുള്ള കല്ലുകളാണ് ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗാദറിങ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻ ഓഫ് ലിവ്ലിഹുഡ്, അതായത് അവരിങ്ങനെ ഓരോന്ന് ശേഖരിക്കുന്നതും അതുപോലെ തന്നെ വേട്ടയാടലും ഒക്കെ ആയിരുന്നു അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജ് മെസോളിത്തിക് ഏജ് ആണ്. പഠിച്ചു വെക്കുക, ഇതിൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സ് എന്ന് പറയുന്നത് യൂസ്ഡ് സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ്, അതായത് സൂക്ഷ്മമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ദെൻ അടുത്തത് യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്, അതായത് ഭക്ഷിക്കാൻ കഴിയുന്ന പുല്ലുകളും അതുപോലെ തന്നെ ഫിഷും ഒക്കെ അവർ ഫുഡായിട്ട് ഉപയോഗിച്ചു. ദെൻ ആനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ആസ് ക്ലോത്ത്, അതായത് മൃഗത്തിൻ്റെ തോല് അതുപോലെ തന്നെ മരത്തോല് ഇലകളും ഒക്കെ അവർ ക്ലോത്ത് വസ്ത്രങ്ങളായി ഉപയോഗിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് ആണ് നിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്, അതായത് കൂടുതൽ മിനുസമുള്ള കല്ലുകളൊക്കെ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്, അതായത് അവർ കൃഷിയൊക്കെ ആരംഭിച്ചു തുടങ്ങി. ദെൻ ഇൻവെൻറ്റഡ് വീൽസ് ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി, അവർ ചക്രം ഉണ്ടാക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടതാണ്. ദെൻ അടുത്തൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അത് ഫർദർ റീഡിംഗ് ആണ്. ബിംബെറ്റ്ക എന്താണെന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ബിംബെറ്റ്ക ഇൻ മധ്യപ്രദേശ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റോക്ക് ഷെൽട്ടർ ഇൻ ഇന്ത്യ വിച്ച് വാസ് ഇൻഹെബിറ്റഡ് ബൈ സ്റ്റോൺ ഏജ് ഹ്യൂമൻസ്, അത് ആദിമ മനുഷ്യർ താമസിച്ചിരുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് ബിംബെറ്റ്ക എന്ന് പറയുന്നത്. മധ്യപ്രദേശിലാണത്. ദ പെയിൻറ്റിംഗ് ഇൻസൈഡ് ദിസ് കേവ്സ് ടെൽ ആസ് ഇമ്പോർട്ടൻറ്റ് വാരിഡ് വേസ് ഓഫ് ലൈഫ് ഓഫ് ഏൻഷ്യൻ ഹ്യൂമൻസ്, അതായത് അവിടെ ഉണ്ടായിരുന്ന പെയിൻറ്റിങ്സ് ഒക്കെയാണ് നമ്മളോട് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. ദിസ് കേവ് പെയിൻറ്റിങ്സ് ആർ ഓൾസോ എ പ്രൂഫ്
പ്രൂഫ് ഓഫ് ദെയർ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ പെയിൻറ്റിങ്സ് അവരുടെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൻ്റെ തെളിവ് കൂടിയായിട്ടാണ് ആ ഗുഹാചിത്രങ്ങളെ കണക്കാക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോളിത്തിക് പീരിയഡ് ഓഫ് സ്ട്രിപ്സ് ആൻഡ് പ്ലേസ് ദം ഇൻ എ പൗൾ. അറേഞ്ച് ദ ചാർട്ട് ഓഫ് നെയിംസ് ഓഫ് ദ സ്റ്റോൺസ് ഏജ് പീരിയഡ്സ് ഇൻ ദ ക്ലാസ് റൂം. ദ ചിൽഡ്രൻസ് മേ പിക്ക് ദ സ്ട്രിപ്സ് ഫ്രം ദ ബൗൾ ആൻഡ് പേസ്റ്റ് ദം ഓൺ ദ കറസ്പോണ്ടിങ് ചാർട്ട് ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ അതായത് നിങ്ങളിത് ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഓരോ സ്ട്രിപ്പുകളിൽ എഴുതിയിട്ട് ഒരു ബൗളിൽ വെക്കുക. അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ടീച്ചറുടെ സഹായത്തോടൊക്കെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ാണ്. അപ്പോൾ അത് കൂട്ടുക ചെയ്യുക. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൃഷി ആരംഭിക്കാൻ തുടങ്ങിയത് നിയോളിത്തിക് പീരീഡിലാണ്. അപ്പോൾ ഇനി നമ്മുടെ കൃഷി ആരംഭവും അതുപോലെ തന്നെ സെറ്റിൽഡ് ലൈഫും, സ്ഥിരമായിട്ടൊരു താമസിക്കലും അതിനെക്കുറിച്ചാണ് പറയുന്നത്. യു ഹാവ് സീ ദാറ്റ് അഗ്രികൾച്ചർ ബിഗൻ ഇൻ നിയോളിത്തിക് പീരീഡ്. ആസ് ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് ഫാമിംഗ് ഇറ്റ് ബിക്കെയിം നെസസറി ഫോർ ദം ടു സെറ്റിൽ നിയർ ഇൻ ഫാം ലാൻഡ്സ്. അതായത് നമ്മൾ പഠിച്ചു കൃഷി ആരംഭിച്ചത് നിയോളിത്തിക് പീരീഡിലാണ്. അതുപോലെ തന്നെ മനുഷ്യർ കൃഷി ആരംഭിച്ചത് അവർക്ക് വളരെ അത്യാവശ്യമായി ആ കൃഷിയുമായി ബന്ധപ്പെട്ട് അടുത്ത് തന്നെ താമസിക്കേണ്ടി വന്നു. ദ സെറ്റിൽ നിയർ ദ ഫാംസ് ടു മെയിൻറ്റെയിൻ ദ ക്രോപ്സ്, പ്രൊട്ടക്ട് ദ ഫീൽഡ്സ് ഫ്രം വൈൽഡ് അനിമൽസ് ആൻഡ് ടു ടേക്ക് കെയർ ദ ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ്. അപ്പോൾ അവരിങ്ങനെ സമീപത്ത് താമസിക്കുകയും അതുപോലെ തന്നെ അവരുടെ കൃഷികൾ സംരക്ഷിക്കാനും അതുപോലെ തന്നെ വന്യജീവികൾ വൈൽഡ് അനിമൽസിൽ നിന്ന് അവരെ സംരക്ഷിക്കാനും അവർ കൃഷിയിടങ്ങൾക്ക് സമീപത്തായി അവർ സ്ഥിരതാമസം ഉറപ്പിച്ചു എന്നതാണ് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഓൾ ചേഞ്ചസ് മൈ സെറ്റിൽ ലൈഫ് ഹാസ് ബ്രോട്ട് അബൌട്ട് ഇൻ ഹ്യൂമൻസ്. അതായത് സ്ഥിരവാസം, അതായത് ഇങ്ങനെ സ്ഥിരമായിട്ട് മനുഷ്യരിങ്ങനെ താമസിച്ചപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സെറ്റിൽ ലൈഫ് ആൻഡ് ചേഞ്ചസ്. ഡ്വെല്ലിംഗ് ബിഗാൻ ടു ബിൽഡ്, അതായത് വാസസ്ഥലങ്ങൾ, അതായത് വീടുകൾ, ഹട്ടുകൾ എന്ന പോലെ ഉള്ളത് നിർമ്മിച്ചു തുടങ്ങി. ദ നെക്സ്റ്റ് പോയിന്റ്, പീപ്പിൾ ബിഗാൻ ടു ഇന്ററാക്റ്റീവ് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. അതായത് ജനങ്ങൾ അങ്ങോട്ടും തമ്മിൽ പരസ്പരം ഇടപഴകാനും അതുമൂലം ഒരു സോഷ്യൽ ലൈഫിന് അവിടെ തുടക്കം കുറിക്കുകയും ചെയ്തു. ദെൻ അടുത്തത്, സെറ്റിൽഡ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ വില്ലേജസ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ്. അതായത് ഇങ്ങനെ സ്ഥിരവാസമായിട്ട് ഉള്ള കേന്ദ്രങ്ങൾ ഇങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അതെന്തായി മാറി, ഗ്രാമങ്ങളായിട്ടും അതുപോലെ നഗരങ്ങളായിട്ടും ഒക്കെ ഇങ്ങനെ ഡെവലപ്പായി വന്നു. നെക്സ്റ്റ് ടോപ്പിക്, ഫ്രം സ്റ്റോൺ ടു മെറ്റൽ. അതായത് സ്റ്റോണിൽ നിന്ന് മെറ്റൽ, ലോഹത്തിലേക്ക് എന്ന് പറയുന്നതാണ് ടോപ്പിക്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ അബവ്. വാട്ട് മെറ്റീരിയൽസ് ദേ ആർ യൂസ്ഡ്. എന്താണ്, സ്റ്റോൺ ആണ് ആദ്യത്തെ പിക്ചർ. ദെൻ സെക്കൻഡ് പിക്ചർ എന്ന് പറയുന്നത് മെറ്റൽസ് ആണ്. ഡു യു നോ വിച്ച് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. അതായത് നിങ്ങൾക്കറിയാമോ മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച മെറ്റൽ ഏതാണെന്ന്? കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്തൊക്കെ വൺ വേർഡ് ഒക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആദ്യം ഉപയോഗിച്ചത്? ചെമ്പ്, കോപ്പർ ആയിരുന്നു മനുഷ്യർ ആദ്യമായിട്ട് ഉപയോഗിച്ച മെറ്റൽ എന്ന് പറയുന്നത്. ദ പീരിയഡ് വെൻ ഹ്യൂമൻ യൂസ്ഡ് വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് മെറ്റൽ ഈസ് കോൾഡ് മെറ്റൽ ഏജ്. അതായത് മനുഷ്യർ മെറ്റൽസ്, ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ നിർമ്മിച്ചു തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിന്, ആ പീരീഡിനെ നമ്മൾ മെറ്റൽ ഏജ് എന്നാണ് പറയുന്നത്. സിൻസ് കോപ്പർ വാസ് നോട്ട് എ സ്ട്രോങ് ഇനഫ് ഫോർ ടില്ലിംഗ് ദ സോയിൽ ആൻഡ് കട്ടിംഗ് ട്രീസ്, ദ മിക്സ്ഡ് കോപ്പർ ആൻഡ് ടിൻ ടു മേക്ക് എ ഹാർഡർ സ്റ്റോൺ, എലോയ് കോൾഡ് ബ്രോൺസ്. അതായത് എന്താ പറയുന്നത്, അതായത് ഈ മണ്ണിങ്ങനെ ഉഴുതുമറിക്കുക, അതുപോലെ തന്നെ മരങ്ങൾ കട്ട് ചെയ്യാനൊന്നും അതിനുള്ള ഉറപ്പും സ്ട്രോങ് ഒന്നും നമ്മുടെ കോപ്പറിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കോപ്പറും അതായത് ടിന്ന്, കോപ്പറും ടിന്നും കൂടി മിക്സ് ചെയ്തിട്ട് അതൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റൽ അലോയ് ആയിട്ട് മാറി. അതാണ് നമ്മുടെ ബ്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി? വെങ്കലം, ബ്രോൺസ് എന്ന് പറയുന്നത്. ദ പീരീഡ് വെൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് ബ്രോൺസ് വർ യൂസ്ഡ് നോൺ ആസ് ബ്രോൺസ് ഏജ്. അതായത് ബ്രോൺസ് കൊണ്ടുള്ള ആയുധങ്ങൾ, ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിന്, ആ പീരീഡിനെ നമ്മൾ ബ്രോൺസ് ഏജ് എന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിത്ത് യൂസ് ഓഫ് bronze tool there occurred significant change in human life. Let's see what they were. അതായത് ഇങ്ങനെ ബ്രോൺസ് കൊണ്ടുള്ള മെറ്റീരിയൽസ്, ടൂൾസ് ഒക്കെ ഉപയോഗിച്ചപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണിത്. അപ്പോൾ എന്താണ് ദ യൂസ് ഓഫ് ബ്രോൺസ് ആൻഡ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. ഫസ്റ്റ് പോയിന്റ്, ബ്രോൺസ് ടൂൾ ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചർ. അതായത്
അഗ്രികൾച്ചർ കൃഷിയിടങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ കുറച്ചും കൂടി വലുതാക്കാൻ വ്യാപിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രോൺസ് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. സെക്കൻഡ്, ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ലെഡ് ടു ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. അതായത് ഇങ്ങനെ കൃഷിയിടങ്ങളൊക്കെ കൂടുതലായപ്പോൾ അവിടെയുള്ള കൃഷി ഉൽപാദനവും കൂടി ഇത് കാരണമായിട്ട് ദ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ പേവ്ഡ് ദ വേ ഫോർ എക്സ്ചേഞ്ച് പ്രോഡക്ട്സ് ആൻഡ് ഡെവലപ്ഡ് ഫോർ സെൻറ്റർ ഓഫ് എക്സ്ചേഞ്ച് and the centers of expansion later transformed into towns and cities. അതായത് കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് എന്തായി മാറി, പട്ടണങ്ങളും നഗരങ്ങളും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. Then ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കമ്പയർഡ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ സ്റ്റോൺ ഏജ് ആൻഡ് ബ്രോൺസ് ഏജ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റോൺ ഏജ് ആയിരുന്നു, അതായത് ഈ മെസോളിത്തിക് നിയോളിത്തിക്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞത് ബ്രോൺസ് ഏജ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് നിങ്ങൾ ആദ്യം സ്റ്റോൺ ഏജ് എഴുതുക, ദെൻ ബ്രോൺസ് ഏജ് എഴുതാം. അത് സിമ്പിളാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നതാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ്. അതായത് ബ്രോൺസ് ഏജിൽ ഉണ്ടായിട്ടുള്ള സിവിലൈസേഷൻ സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രോൺസ് ഏജ്, യു ഹാവ് സീ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ഹ്യൂമൻ ലൈഫ് ഇൻ ബ്രോൺസ് ഏജ്. അതായത് ബ്രോൺസ് ഏജിൽ ഒരുപാട് മാറ്റങ്ങൾ, മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ചേഞ്ചസ് ഇൻ ദ ബ്രോൺസ് ഏജ്, സിവിലൈസേഷൻ വർ ഫോർംഡ് സെൻറ്റർഡ് അറൗണ്ട് സിറ്റീസ്. ലെറ്റ്സ് become familiar with the Bronze Age civilizations. അപ്പോൾ ഇതിൻ്റെ മാറ്റമായിട്ട് ബ്രോൺസ് ഏജിൽ സിവിലൈസേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് സിവിലൈസേഷൻസ്? ഫസ്റ്റ് വൺ മെസപ്പൊട്ടോമിയ, ഈജിപ്ഷ്യൻ ആൻഡ് ചൈനീസ്, ഹരപ്പൻ. അപ്പോൾ ഹരപ്പൻ, മെസപ്പൊട്ടോമിയ, ഈജിപ്ഷ്യൻ, ചൈനീസ് എന്നീ 4 സിവിലൈസേഷൻസ് ആണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷന്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 4 കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. Find out the 4 major civilizations existed during Bronze Age on the map given below. താഴെ കൊടുത്തിട്ടുള്ളതിൽ ബ്രോൺസ് ഏജിൽ ഉണ്ടായിരുന്ന സിവിലൈസേഷൻസ് അടയാളപ്പെടുത്താൻ, ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ആദ്യം മാപ്പിൻ്റെ അറ്റത്തായിട്ട് ഫസ്റ്റ് ഈജിപ്തിയൻ, ദെൻ മെസപ്പൊട്ടോമിയ, ദെൻ നമ്മുടെ ഇന്ത്യയുടെ മാപ്പിൻ്റെ അവിടെ ആയിട്ട് ഹാരപ്പൻ, ദെൻ ചൈനീസ് സിവിലൈസേഷൻസ്. അതാണ് 4. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഒബ്സർവ് മാപ്പ് 1.1 ആൻഡ് ഐഡൻറ്റിഫൈ ദ റിവർ വാലീസ് were the major Bronze Age civilizations developed and complete the table. അതായത് ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷനിൽ വികസിച്ച് വന്നിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള നദീതടങ്ങൾ, അതായത് റിവർ സൈറ്റ്സ്, റിവർ വാലീസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതാനാണ്. ദെൻ മെസപ്പൊട്ടോമിയ നോക്കുകയാണെങ്കിൽ അത് യൂഫ്രട്ടീസ് ടൈഗ്രീസിലാണ്. ഈജിപ്തിൽ നോക്കുകയാണെങ്കിൽ നൈൽ റിവറാണ്. ഹാരപ്പൻ ഇൻഡസ് റിവറാണ്. ചൈനീസ് ഹുവാങ്ഹോ റിവറാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ഞാൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണിത്. വൈ ഡിഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഫോം ഇൻ റിവർ വാലീസ്? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസും ഏതെങ്കിലും ഒരു റിവർ വാലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അത് രൂപപ്പെട്ടിട്ടുണ്ടാവുക. എന്തുകൊണ്ടായിരിക്കും? ഫെർട്ടൈൽ സോയിൽ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഫേവറബിൾ ക്ലൈമറ്റ്, അതായത് നല്ല മണ്ണ്, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത, അതുപോലെ തന്നെ നല്ല ഫേവറബിൾ ആയിട്ടുള്ള കാലാവസ്ഥ. ഇതുകൊണ്ടൊക്കെയാണ് എല്ലാ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസും റിവർ വാലിയുടെ അടുത്ത് രൂപപ്പെട്ടത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്ത്? മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അതായത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ടേബിൾ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിറ്റ്വീൻ വിച്ച് റിവർ ഇസ് മെസപ്പൊട്ടോമിയ ലൊക്കേറ്റഡ്? എവിടെയാണ്? നമ്മുടെ യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഇടയിലാണ്. ദ വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. അതായത് ഈ മെസപ്പൊട്ടോമിയ എന്ന വേർഡ് എന്താണ് പറയുന്നത്? ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നതാണ്, നദികൾക്കിടയിലുള്ള പ്രദേശം എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. The region lies between the Euphrates and Tigris river. This region is presently a part of Iraq. Mesopotamia civilization is consist of 4 different civilizations, which is Sumerian, Babylonian, Assyrian, Chaldean. അതായത് എന്താണ് പറയുന്നത്? അപ്പോൾ നമ്മൾ വേർഡ് പറഞ്ഞു, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. അതുപോലെ തന്നെ പറയുന്നതാണ് ഇത് ഇറാഖിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൽ തന്നെ 4 ഡിഫറെൻറ്റ് സിവിലൈസേഷൻസ് ഉണ്ട് മെസപ്പൊട്ടോമിയയിൽ. ഏതൊക്കെയാണ്? സുബേറിയൻ, ബാബിലോണിയൻ, അതുപോലെ തന്നെ സിറിയൻ, കാൽഡിൻ എന്ന് പറയുന്ന 4 സിവിലൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ടോപ്പിക് അർബൻ ലൈഫ് ആൻഡ് ആർട്ട് ഓഫ് റൈറ്റിംഗ്. അതായത് മെസപ്പൊട്ടോമിയയിലെ അർബൻ, അതായത് നഗര ജീവിതവും അതുപോലെ തന്നെ അവിടുത്തെ എഴുത്ത് വിദ്യകളെ കുറിച്ചിട്ടുമാണ് പറയുന്നത്.
The Sumerians was the first people who contribute to the development of urban life. അപ്പോൾ നമ്മൾ പറഞ്ഞ 4 സിവിലൈസേഷൻസ് അവിടെ എമേർജ് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ എന്താണ് ഈ എന്താ പറയുക അർബൻ ലൈഫിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? സുമേരിയക്കാരായിരുന്നു അവർ. Then the major cities of Mesopotamian civilization were Uruk, Uruk, Lagash and Suon. അതായത് മേജർ ആയിട്ടുള്ള സിറ്റീസ് എന്ന് പറയുന്നത് ഉർക്ക്, ഉറൂക്ക്, ലാഗാഷ് എന്നിവയാണ്. അപ്പോൾ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യാം. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാണ് റൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്ന റൈറ്റിംഗ് സിസ്റ്റമാണ് ക്യൂണിഫോം എന്ന് പറയുന്ന അറിയപ്പെടുന്നത്. ക്യൂണിഫോം സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫിഗറും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ, സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ദിസ് സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ സുമേറിയൻസ്. അതായത് സുമേറിയക്കാരാണ് ഈ ക്യൂണിഫോം എന്ന് പറയുന്ന ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് വാസ് വെഡ് ഷേപ്ഡ് ആൻഡ് പിറ്റോഗ്രാഫിക് സ്ക്രിപ്റ്റ്. അതായത് അതൊരു എന്താണ് ആപ്പിൻ്റെ ആകൃതിയിലുള്ളതും അതുപോലെ തന്നെ ഒരു പിക്ചോറിക്കൽ സ്ക്രിപ്റ്റ്, ചിത്രലിപിയുമായിരുന്നു. ദെൻ ഇറ്റ് വാസ് റിട്ടൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. ദ യൂസ്ഡ് ആസ് പോയിന്റർ റീഡ് സ്റ്റൈലസ് ടു റൈറ്റ് ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. അതായത് അതായത് കളിമണ്ണ് കൊണ്ടിട്ടുള്ള ഓരോ ഇങ്ങനെ ഫലകങ്ങൾ പോലത്തുള്ള സാധനങ്ങളിലായിരുന്നു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് കോൺട്രിബ്യൂഷൻസ് ഓഫ് മെസപ്പൊട്ടോമിയ. അവരുടെ സംഭാവനകളെ കുറിച്ചിട്ടുള്ളതാണ്. സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ലോ. അവർ 2 കാര്യങ്ങളിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സയൻസിലും മാത്സിലും അതുപോലെ തന്നെ നിയമത്തിലുമുണ്ട്. സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതിൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ലൂണാർ കലണ്ടർ, കാൽക്കുലേറ്റർ ഓൺ സ്കോളർ ആൻഡ് ലൂണർ എക്ലിപ്സ് ആൻഡ് ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇതൊക്കെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്, അതായത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സംഭാവനകൾ എന്ന് പറയുന്നത്. നിയമത്തിൽ നോക്കുകയാണെങ്കിൽ ലോ എന്ന് പറയുന്നത് ലോ വർ codified for the first time during the reign of Sumerian ruler Dungi. അതായത് എന്താണ് സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുൻഗിയുടെ കാലഘട്ടത്തിൽ എന്താണ് നിയമങ്ങൾ ലോ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കോഡിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് പോയിന്റ്, ദ കോ ഓഫ് ഹാർമണി ഈസ് റിവേഴ്സ് ഫോം ഓഫ് ദിസ് ലോ. അതായത് ഈ നിയമം എന്ന് പറയുന്നത് പരിഷ്കരിച്ചിട്ടാണ് എന്ത് ഹമ്മുറാബിയുടെ നിയമസംഹിത ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത്? നമുക്ക് വായിച്ചു നോക്കാം. ദിസ് ഈസ് എ കോഡ് ഓഫ് law that exists during the region of Babylonian ruler Hammurabi. It is considered the oldest written code of law in the world. The method of punishment of an eye for an eye, a tooth for a tooth comes from this code. അതായത് എന്താണ് ഹമ്മുറാബിയുടെ ഈ നിയമസംഹിത എന്ന് പറയുന്നത് എന്താണ്? അതായത് ബാബിലോണിയത്തിൽ ഭരണാധികാരി ആയിരുന്നിട്ടുള്ള ഹമ്മുറാബി ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ഇത്. അതായത് ഇതെന്ന് പറയുന്നത് ലോകത്തിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും പഴക്കമേറിയിട്ടുള്ള നിയമസംഹിതയായിട്ടാണ് ഈ ലോ അറിയപ്പെടുന്നത്. അതായത് ഇതിലത്തെ ഒരു ശിക്ഷാ രീതിയാണ് എന്ത് പറയുന്നത്? ഐ ഫോർ ആൻ ഐ, അതായത് കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് പറയുന്ന ഒരു ശിക്ഷാ രീതി ആണ് ഇതിലുണ്ടായിരുന്നത്. ഇതിന് അടുത്തത് പറയുന്നതാണ് സിഗുററ്റ്. എന്താണ് സിഗുററ്റ് എന്ന് പറയുന്നത്? പ്ലേസസ് ഓഫ് വർക്ക്ഷിപ്പ് ഓഫ് മെസപ്പൊട്ടോമിയ were known as ziggurat. This place of worship were mainly used in cities. They were made of bricks. The ziggurat in city of Uruk is still preserved. അതായത് സിഗുറത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതായത് മെസപ്പൊട്ടോമിയൻ ആളുകൾ ഒരു വർക്ക്ഷിപ്പിന് ആരാധാലയങ്ങളാണ് എന്ത് പറയുന്നത്? സിഗുറത്തുകൾ എന്നറിയപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ട് സിറ്റികളിലായിരുന്നു ഈ വർക്ക്ഷിപ്പ് സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നത്. ഇത് ബ്രിക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ഇപ്പോഴും ഈ സിഗുറത്ത് എന്താണ് ഉറുക്ക് എന്ന് പറയുന്ന സിറ്റിയിൽ ഇപ്പോഴും അത് സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെസപ്പൊട്ടോമിയയെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ദെൻ അടുത്തതാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആ മാപ്പിൽ നോക്കിയത് അതിൻ്റെ സ്ഥലം എവിടെയാണ് ഐഡൻറ്റിഫൈ ചെയ്ത് സീ ദാറ്റ് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഈസ് ഫ്ലറിഷ്ഡ് ഇൻ നൈൽ വാലി. അപ്പോൾ നൈൽ നദിയിലൂടെയാണ്, നൈൽ നദി സ്ഥലത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം വന്നിട്ടുണ്ടായിരുന്നത്. ദ മെയിൻ സിറ്റി ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വാസ് കൈറോ എന്ന് പറയുന്നതാണ് സിറ്റി. ദ ഈജിപ്ഷ്യൻ കിങ് വർ നോൺ ആസ് ഫറോസ്. ദ മെയിൻ ഫീച്ചർ ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഈസ് പിരമിഡ്സ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നൈൽ വാലിയാണ്. ദെൻ മെയിൻ സിറ്റി എന്ന് പറയുന്നത് കൈറോയാണ്. അതുപോലെ തന്നെ അവിടുത്തെ കിങ്സിനെ പറയുന്നത് ഫറോസ് ആണ്. അതുപോലെ തന്നെ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് പിരമിഡുകളാണ്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലിവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. അതായത് അവിടുത്തെ ആളുകളുടെ ഏറ്റവും വലിയ പ്രധാന ജീവിതമാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ്. ദെൻ ദ വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, ഫ്ലാക്സ്, കോട്ടൺ ആൻഡ്
ഓൺ ഗ്രോ അബൻഡൻ്റ്ലി ഇൻ നൈൽ റിവർ ബേസിൻ. അതായത് ഗോതമ്പ് അതുപോലെ തന്നെയുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ടും അവർ നൈൽ നദിയുടെ അടുത്തതായിട്ട് ഒരുപാട് സമൃദ്ധമായിട്ട് വളർന്നിരുന്നു. അഗ്രികൾച്ചർ പ്രോസ്പെറിറ്റി ഫെസിലൈറ്റ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് സിവിലൈസേഷൻ ഇൻ ദ നൈൽ, ഹാൻസ് ഈജിപ്റ്റ് ഈസ് കോൾഡ് ഗിഫ്റ്റ് ഓഫ് നെയിൽ. അപ്പോൾ അതായത് ഈജിപ്തിനെ ഗിഫ്റ്റ് ഓഫ് നെയിൽ, നൈലിൻ്റെ ദാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വൺ വേർഡിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ പിരമിഡ് എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. പിരമിഡ്സ്. ദ പിരമിഡ്സ് വിച്ച് ആർ ദ ടോംബ്സ് ഓഫ് ദ ഫറോസ് ആർ ദ മെയിൻ ഫീച്ചർ ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ദ ബിഗ്ഗസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഫേമസ് ഈസ് ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. അതായത് പിരമിഡ് എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ് ഫറോവ, അതായത് അവിടുത്തെ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ദ ഗ്രേറ്റ് പിരമിഡ് എവിടെയാണ്? ഗിസ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും വലുതുള്ളത്. then അടുത്തൊരു ഇതാണ് മമ്മീസ് എന്ന് പറയുന്നത്. എന്താണ് മമ്മീസ് എന്ന് പറയുന്നത്? ദ ഈജിപ്ഷ്യൻ ഹാഡ് എ സിസ്റ്റം ഓഫ് പ്രിസർവിംഗ് ദ ഡെഡ് ബോഡീസ് ഓഫ് എംപാമിംഗ് ഇറ്റ് വിത്ത് പെർഫ്യൂംസ്. എ ബോഡി പ്രിസർവ്ഡ് ഇൻ ദിസ് വേ ഈസ് നോൺ ആസ് മമ്മി. അതായത് ഈജിപ്തുകാർ നമ്മുടെ ഈ മൃതദേഹങ്ങളൊക്കെ എന്താണ് ഈ പെർഫ്യൂമുകൾ കൊണ്ടെല്ലാം പൂശിയിട്ട് അതിനെ സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട് ഈജിപ്തിൽ. അങ്ങനെ സൂക്ഷിക്കുന്ന മൃതദേഹങ്ങളെയാണ് നമ്മൾ മമ്മി എന്ന് പറയുന്നത്. ഓക്കെ, മമ്മീസ് എന്നറിയപ്പെടുന്നത്. എമംഗ് ദിസ് ദ മോസ്റ്റ് ഫേമസ് ഈസ് ദ മമ്മീസ് ഓഫ് ഫറോവ Tutankhamun. Such mummies were kept inside the pyramids. അതായത് ഇങ്ങനെ അതിൽ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള പിരമിഡ് ആയിരുന്നു ഫറോവ ആയിട്ടുള്ള തൂത്തൻഖാമൻ്റെ മമ്മി എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മെസപ്പൊട്ടോമിയയിലെ ആർട്ട് സിസ്റ്റം ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ഈജിപ്തിലെ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്താണെന്ന് നോക്കാം, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണെന്ന് നോക്കാം. ആൻഡ് റൈറ്റിംഗ് എക്സിസ്റ്റ് ഇൻ ഈജിപ്തിയൻ ജസ്റ്റ് ആസ് മെസപ്പൊട്ടോമിയ. ലെറ്റ് സി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്തിയൻ റൈറ്റിംഗ്. ഈജിപ്തിയൻ റൈറ്റിങ്ങിലുണ്ടായിരുന്ന സവിശേഷതകൾ, ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരുടെ സ്ക്രിപ്റ്റിന് എന്താണ് പറയുന്നത്? ഹൈറോഗ്ലിഫിക്സ് എന്നാണ് ആ സ്ക്രിപ്റ്റിന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ആർ ദ സ്ക്രിപ്റ്റ് ഓഫ് ഏൻഷ്യൻ ഈജിപ്ത്. പണ്ട് കാലങ്ങളിലുള്ള ഈജിപ്തിൻ്റെ എഴുത്താണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സ്കെയർഡ് റൈറ്റിംഗ്. അതായത് എന്താണ് പറയുന്നത്? വിശുദ്ധമായി എഴുത്ത് എന്നതാണ് ഈ ഹൈറോഗ്ലിഫിക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ദ സ്ക്രിപ്റ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് ലെറ്റേഴ്സ് ആണ്. എന്താണ്? അതായത് ഈ ചിഹ്നങ്ങൾ അതുപോലെ തന്നെ അക്ഷരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു അവരുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെഡ് ഫ്രോം റൈറ്റ് ടു ലെഫ്റ്റ്. അതായത് വലത്ത് നിന്ന് ഇടത്തോട്ടായിരുന്നു അവർ വായിച്ചിരുന്നത്. ഇനി അടുത്തത് പറയുന്നതാണ് അച്ചീവ്മെൻറ്റ്സ് ഇൻ സയൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ മെസപ്പൊട്ടോമിയയിൽ പഠിച്ചതുപോലെ തന്നെ ഇവർക്കും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം. മാത്തമാറ്റിക്സ് ആൻഡ് മെഡിക്കൽ സയൻസ് അച്ചീവ്ഡ് സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ഈജിപ്ത്. ദ ഈജിപ്തിയൻ ലെഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ജോമെട്രി ഇൻ mathematics, addition and subtraction was were contributions. Their solar calendar consisted 12 months and 30 days each, as they added 5 days to complete a year of 365 days. അതായത് അവരാണ് ജോമെട്രിക്കും അതുപോലെ തന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നിവ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ സോളാർ കലണ്ടർ 12 മാസങ്ങളും ഓരോ മാസത്തിലും 30 ദിവസങ്ങളും അതുപോലെ തന്നെ 5 ദിവസങ്ങൾ ആഡ് ചെയ്തിട്ട് അങ്ങനെ 365 ആയിട്ടുള്ള ദിവസങ്ങളുള്ള ഒരു സോളാർ കലണ്ടർ കൊണ്ടുവന്നത് ആരാണ്? ഈജിപ്തുകാരാണ്. അപ്പോൾ ഇവരുടെ ഇതൊക്കെ പഠിച്ചു വെക്കണം. ചിലപ്പോൾ കമ്പാരിസൺ ആയിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ പഠിച്ചത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ചൈനീസ് സിവിലൈസേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ 2 പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ചൈനീസ് സിവിലൈസേഷനിൽ എന്താണ് പറയുന്നത്? ദ ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് റിവർ ഹുവാങ്ഹോ. അതായത് ഹുവാങ്ഹോ എന്ന് പറയുന്ന സ്ഥലത്താണ് ചൈനീസ് സിവിലൈസേഷൻ ഉടലെടുത്തിട്ടുള്ളത്, എമേർജ് ചെയ്തിട്ടുള്ളത്. ദെൻ അഗ്രികൾച്ചർ വാസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ സിവിലൈസേഷൻ ആസ് വെൽ. ഇവിടെയും അഗ്രികൾച്ചർ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. ദേ വർ ഓൾസോ എക്സ്പേർട്ട് ഇൻ വീവിംഗ് ആൻഡ് പോട്ടറി ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ. അവരിങ്ങനെ നെയ്ത്തിൽ അതുപോലെ തന്നെ പോട്ടറി, മൺപാത്രത്തിൽ, പട്ടുവസ്ത്ര നിർമ്മാണത്തിലൊക്കെ വളരെയധികം വിദഗ്ധരായിരുന്നു. ദെൻ ദേ വർ മെയ്ഡ് എക്സലൻസ് ബ്രോൺസ് സ്കൾപ്റ്റേഴ്സ്. അതായത് അവർ വെങ്കലം, ബ്രോൺസ് വെച്ചിട്ടുള്ള
ശില്പങ്ങളൊക്കെ അവർ നന്നായിട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അവരുടെ ജീവിത മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ നന്നായി പഠിക്കുക. ദെൻ അവർക്കും ഉണ്ടായിരുന്നു എഴുത്ത് സമ്പ്രദായം, അതായത് റൈറ്റിംഗ് സിസ്റ്റം, ആർട്ട് ഓഫ് റൈറ്റിംഗ് ചൈനീസിലും എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ചൈനീസ് ഹാഡ് എ റൈറ്റിംഗ് സിസ്റ്റം സിൻസ് ഏൻഷ്യന്റ് ടൈം. ദ പിക്ടോഗ്രഫിക് script they used in pictures instead of letters were common. Gradually they developed symbols to use in place of pictures. That script still exists in China with modifications. അതായത് ചൈനക്കാരുടെ ഇടയിൽ എഴുത്തിൻ്റെ, അതായത് റൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അവർ അക്ഷരങ്ങൾക്കൊക്കെ പകരം, ലെറ്റേഴ്സിന് പകരം പിക്ചേഴ്സ് ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഈ ചിത്രത്തിന് പകരം എന്താണ് അവർ ചിഹ്നങ്ങൾ, സിമ്പിൾസൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പോഴും ഈ ചൈനീസ് റൈറ്റിംഗ് സിസ്റ്റം, ചൈനീസ് സ്ക്രിപ്റ്റ് ഇപ്പോഴും ചൈനയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. ദെൻ നമുക്കൊരു ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് റൈറ്റിംഗ് സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മെസപ്പൊട്ടോമിയ, ഈജിപ്തിയ, ചൈനീസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ നമ്മൾ 3 സിവിലൈസേഷൻ പഠിച്ചു. അപ്പോൾ അതിൽ ക്യൂണിഫോൺ, ഹൈറോഗ്ലിഫിക്സ്, ചൈനീസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 3 കൂടിയിട്ട് നമുക്ക് കമ്പയർ ചെയ്തിട്ട് അത് പൂർത്തിയാകാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റാണ് ക്യൂണിഫോം. അതിൻ്റെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അതെല്ലാം പഠിക്കണം. അപ്പോൾ നമുക്ക് എഴുതണമെങ്കിൽ ഒരു പോയിന്റ് എഴുതിയാൽ മതി. ദ റോട്ട് ഓൺ ക്ലിയർ ടാബ്ലറ്റ്സ് എന്നൊക്കെ എഴുതാം. ദെൻ സെക്കൻഡ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറോഗ്ലിഫിക്സിലും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഹൈറോഗ്ലിഫിക്സ് മീനിങ് ഈസ് സ്കെയേർഡ് റൈറ്റിംഗ് എന്നാണ്. ദെൻ അടുത്തതാണ് ചൈനീസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അത് പിക്ടോഗ്രഫിക്സ് ആണ്. അത് പിക്ചേഴ്സ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയാം. അതൊക്കെ നമുക്ക് ഇതിൽ എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും 3 സ്പെഷ്യാലിറ്റീസ്, ഫീച്ചേഴ്സ് നിർബന്ധമായും പഠിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് എന്തായാലും വരുന്നതാണ്. ലാസ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ നമ്മൾ 3 സിവിലൈസേഷൻസ് പഠിച്ചു കഴിഞ്ഞ് ഇനി പഠിക്കാനുള്ളതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ അതിലുള്ളായിരുന്ന കാര്യങ്ങൾ, അതിലെന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, അതൊക്കെ നമുക്ക് പഠിക്കണം. അത് കുറച്ച് വലിയ സിവിലൈസേഷനാണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ? വാസ് എ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇൻഡസ് വാലി ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ്. അതായത് ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ സിന്ധു, അതായത് എവിടെയാണ്, ഇൻഡസ് വാലിയിൽ നിലനിന്നിരുന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഹാരപ്പൻ സിവിലൈസേഷൻ. Okay, it is generally considered to have existed about 2600 BCE to 1900 BCE. അതായത് 2600 BCE മുതൽ 1900 BCE വരെ ആയിരുന്നു അത് നിലനിന്നിരുന്നത്. ഹാരപ്പൻ വാസ് ദ ഫസ്റ്റ് സിറ്റി ടു ബി ഡിസ്കവേർഡ്. അതായത് ഹാരപ്പൻ എന്ന് പറയുന്ന ഹരപ്പ വാസ് ദ ഫസ്റ്റ്, അതായത് ഹരപ്പ സിറ്റി ആയിരുന്നു ആദ്യമായിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള നഗരം എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് വൈ ദ സിവിലൈസേഷൻ ഈസ് കോൾഡ് ഹരപ്പൻ സിവിലൈസേഷൻ. അതുകൊണ്ടാണ് ഹരപ്പൻ സിവിലൈസേഷൻ എന്നതിനെ പറയുന്നത്. സിൻസ് ഇറ്റ് ഈസ് മെർജ്ഡ് ഇൻ ഇൻഡസ് വാലി, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതുപോലെ തന്നെ ഇൻഡസ് വാലി ഉത്ഭവിച്ചത് കൊണ്ട് തന്നെ അതിനെ ഇൻഡസ് വാലി സിവിലൈസേഷനും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരപ്പൻ സിവിലൈസേഷന് 2 പേരുകളുണ്ട്. ഈ പേരുകൾ വരാനുള്ള കാരണവും ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇത് എഴുതുക. ദെൻ ദ സിവിലൈസേഷൻ ഈസ് ഡെവലപ്ഡ് അറൗണ്ട് അർബൻ സെൻറ്റേഴ്സ്. അതായത് അർബൻസ്, നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഈ ഹരപ്പൻ സംസ്കാരം വളർന്നു വന്നിട്ടുള്ളത്. ആൻഡ് ദ സിവിലൈസേഷൻ ഈസ് ടേംഡ് ആസ് ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു അർബനൈസേഷൻ, നഗരവൽക്കരണം എന്നാണ് ഈ സിവിലൈസേഷനെ വിശേഷിപ്പിക്കുന്നത്. ദെൻ നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ്, സർ ജോൺ മാർഷലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈസ് എൻ ഓർഗനൈസേഷൻ ഫോംഡ് ടു കാരി ഔട്ട് എക്സ്കവേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ് ഇൻ ഇന്ത്യ. Sir John Marshall was the Director General of Archaeological Survey of India from 902 to 1928. It was the first research conduct under the leadership that led to the discovery of Harappan civilization. അതായത് സർ ജോൺ മാർഷൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആയിരുന്നു ഈ സർ ജോൺ മാർഷൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷണങ്ങളൊക്കെ മൂലമാണ് നമ്മുടെ ഹാരപ്പൻ സംസ്കാരം, ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്കിവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ. അപ്പോൾ അതിലെന്താണ് ഓരോ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹാരപ്പ, മോഹൻജദാരോ, കാലിംബംഗാർ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
Then അടുത്തത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ലിസ്റ്റ് ദാറ്റ് മേജർ സിറ്റീസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. അതായത് മേജർ ആയിട്ടുള്ള സിറ്റീസ് ഏതാണെന്ന്. അപ്പോൾ നമുക്ക് ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് മോഹൻജദാരോ. പിന്നെ ഏതൊക്കെയാണ്? നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി ഹാരപ്പ ഉണ്ട്, കലിംബഗാർ ഉണ്ട്, അതുപോലെ തന്നെ ലോത്തൽ ഉണ്ട്. അത് എഴുതുക. ദെൻ അടുത്തൊരു ഫീച്ചറാണ് ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നതാണ് ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നതും ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ടൗൺ പ്ലാനിങ്, അതുപോലെ തന്നെ ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി, അതൊക്കെയായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ടൗൺ പ്ലാനിങ് എന്താണെന്ന് നോക്കാം. ദ മേജർ ഫീച്ചർ ഓഫ് ദിസ് ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് ടൗൺ പ്ലാനിങ്. ദ ബിൽഡ് ഹൗസസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് സ്ട്രീറ്റ്. ദ യൂസ് ബേൺ ബ്രിക്സ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷൻ. ദ ഡ്രെയിനേജ് സിസ്റ്റം വാസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഹാരപ്പൻ civilization. The cities and the drains were planned in such a way that the waste water from the houses were drained out the cities through a drain in street. അതായത് വളരെ ഫീച്ചറായിട്ട് പ്രധാനപ്പെട്ടൊരു സവിശേഷതയായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷനിൽ ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഈ തെരുവ് സ്ട്രീറ്റിലൊക്കെ ഉള്ള ഇരുവശങ്ങളിലും രണ്ട് സൈഡിലും ഈ ഹൗസസ് ഒക്കെ നിർമ്മിക്കുക. അതുപോലെ തന്നെ ചുട്ടെടുത്ത ബേൺ ചെയ്തിട്ടുള്ള ബ്രിക്സ് ഒക്കെ വെച്ചിട്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതും മറ്റൊരു പ്രത്യേകത തന്നെയായിരുന്നു. വീടുകളിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടറൊക്കെ എന്താണ്, അഴുക്കുചാലുകളിലൂടെ നഗരത്തിൻ്റെ പുറത്തേക്ക് ഒഴുക്കി കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമായിരുന്നു ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കാലത്ത് നിലനിന്നിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഇതും ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നതായിരുന്നു ഗ്രേറ്റ് ബാത്ത്. Mohenjo-daro was the major city of Harappan civilizations. The Great Bath is the most distinct structure of the city. There were flight steps on both sides. Enter this tank and had bathroom. അതായത് മോഹൻജദാരോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വളരെയധികം പ്രധാനപ്പെട്ടിട്ടുള്ളതായിരുന്നു ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സവിശേഷത ആയിട്ടുള്ളതാണ്. ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ എന്താണ്, എല്ലാ ഭാഗത്തും ഇരുവശങ്ങളിലും ഇങ്ങനെ പടവുകൾ, സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. കുളിക്കുവാനായിട്ട് എന്താണ്, ബാത്റൂം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വെള്ളം നിറക്കാനും മലിനജലം ഇങ്ങനെ പുറത്തേക്കൊക്കെ വിടാനുള്ള ഒരു സിസ്റ്റമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട്, റിമൈൻസ് ഓഫ് ഗ്രേറ്റ് ബാത്ത്. അതായത് ഇപ്പോൾ അവിടെ ഉള്ളത് നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് ഗ്രേറ്റ് ബാത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. അപ്പോൾ ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു അതുണ്ടായിരുന്നത്. ദെൻ അടുത്തൊരു സ്പെഷ്യാലിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാനറി എന്ന് പറയുന്നത്. അതായത് ഈ ധാന്യപ്പുരയാണ് ഗ്രാനറിയുടെ അർത്ഥം. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലിവ്ലിഹുഡ് ഓഫ് ഹാരപ്പൻ പീപ്പിൾ. അതായത് അവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, കൃഷിയായിരുന്നു. എവിഡൻസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ ഹാസ് ബി ഫൗണ്ട് ദ സിറ്റീസ് ഓഫ് റാങ്പൂർ, ലോത്തൽ ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ റാങ്പൂരിലും ലോത്തലും ഇവർ കൃഷി ചെയ്തതിൻ്റെ തെളിവുകളുണ്ട്. ആൻഡ് ദ ഗ്രാനറി ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ഫൗണ്ട് ഇൻ ഹാരപ്പ. അതുപോലെ തന്നെ ഹാരപ്പയിൽ വളരെയധികം കണ്ടെത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഹിസ്റ്റോറിക്കൽ ചരിത്ര ശേഷിപ്പാണ് ഗ്രാനറി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ടു സ്റ്റോർ ആൻഡ് പ്രിസർവ് ഗ്രെയിൻസ്. അതായത് ഈ ഗ്രാനറി എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഈ ധാന്യങ്ങൾ ഗ്രാനറീസ് സംഭരിക്കാനും അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കാനുമായിരുന്നു ഈ ഗ്രാനറികൾ ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് ഹാൻഡിക്രാഫ്റ്റ്, അതായത് കരകൗശല വസ്തുക്കൾ, കരകൗശല വിദ്യകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹാരപ്പൻ വാസ് സ്കിൽഡ് ഇൻ ഹാൻഡിക്രാഫ്റ്റ്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവിടുത്തെ ജനങ്ങൾ വളരെയധികം ഹാൻഡിക്രാഫ്റ്റിൽ വളരെയധികം എന്താ പറയുക, നന്നായി ചെയ്യാൻ അറിയുന്നതായിരുന്നു. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ടോയ്സ് ഉണ്ട്, സ്റ്റീൽസ്, ജ്വല്ലറീസ്, ക്ലാപ്പ് പോട്ട്സ്, ബ്രോൺസ് സ്റ്റാറ്റ്യൂസ് ഓഫ് എ ഡാൻസിങ് ഗേൾ ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകും അന്നത്തെ ആളുകൾ വളരെയധികം ഇതിലെല്ലാം വിദഗ്ധരായിരുന്നു എന്ന്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഡീറ്റെയിൽസ് അബൌട്ട് ദ ഹാൻഡിക്രാഫ്റ്റ് ഓഫ് ഹാരപ്പൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദിസ് പിക്ചേഴ്സ്? ഫൈൻഡ് ഔട്ട് ദ കംപ്ലീറ്റ് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായ ചിത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നത് എഴുതാനാണ്. അപ്പോൾ നമുക്ക് യൂസ് ടു മേക്ക് സ്റ്റീൽ, അതായത് സീലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടോയ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ്? സ്റ്റാച്യൂസ് വർ മെയ്ഡ്, ക്ലേ പോട്ട്സ് വർ മെയ്ഡ്, ജ്വല്ലറീസ് വർ മെയ്ഡ്. അതായത് ഇതൊക്കെ അവരുണ്ടാക്കിയിട്ടുള്ളതാണ്. കളിമണ്ണ് വെച്ചിട്ടുള്ള പോട്ട്സ്, സ്റ്റാച്യൂസ്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. Necklace, bracelets and earrings made of gold, silver, beads and shells were widely used. They made seals from clay and stones. The toys, clay pots and bronze statues found in Harappan cities all show the artistic skills of Harappan people. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ വളരെയധികം ഈ കരകൗശല
വിദഗ്ധരായിരുന്നുവെന്ന്. അതായത് അവർ സ്വർണവും വെള്ളിയും മുത്തുകളൊക്കെ വെച്ചിട്ട് മാലകളും വളകളും അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളാണ്. ദെൻ അവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ്, അപ്പോൾ അവർക്കും ഉണ്ട് ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഹാരപ്പൻ പീപ്പിൾ ഹാഡ് ദെയർ ഓൺ റൈറ്റിംഗ് സ്റ്റൈൽ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എഴുത്ത് രീതി ഉണ്ടായിട്ടുണ്ട്. ദ യൂസ്ഡ് സിമ്പിൾസ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് ടു റൈറ്റ്, അതായത് അവർ അക്ഷരങ്ങൾക്കൊക്കെ പകരം സിമ്പിൾസ് ആയിരുന്നു അവർ എഴുതാനായിട്ട് ഉപയോഗിച്ചത്. ദെയർ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ സീൽസ്, അതായത് അവരുടെ ഏറ്റവും അധികം അവരുടെ ഈ റൈറ്റിംഗ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, അവരുടെ സീലുകളിൽ, മുദ്രകളിലായിരുന്നു. അപ്പം 4 സിവിലൈസേഷനിലും ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ട്. അപ്പം 4 തെറ്റുകൂടാതെ പഠിക്കുക. ക്യൂണിഫോം, ഹൈറോഗ്ലിഫിക്സ്, പിക്ടോഗ്രാഫിക്സ് ആൻഡ് ഇതേതാണ് ഹാരപ്പനിൽ. ഇവിടെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അവർ സിമ്പിൾസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടൊരു ചോദ്യമാണിത്, അതായത് ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ ഇത്രയധികം വളരെയധികം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ എന്തുകൊണ്ടായിരിക്കും തകർച്ചയുണ്ടായത്, ഡിക്ലൈൻ ആയത്, അതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഹാരപ്പൻ സിറ്റീസ് ഫേസ് ഡിക്ലൈൻ അറൌണ്ട് 1900 BCE. There are different opinions about the decline of Harappan civilization. Let us examine some of them. അതായത് 1900 BCEയിലായിരുന്നു ഈ ഹാരപ്പൻ സിവിലൈസേഷൻ തകർച്ച നേരിട്ടത്. അതായത് ഈ തകർച്ചയെ സംബന്ധിച്ച് ഒരുപാട് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ, അതായത് അഭിപ്രായങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവയിൽ ചിലതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. 4 പോയിന്റ്സ് ആണ്. ഈ 4 പോയിന്റ്സ് എന്തായാലും പഠിക്കണം നിങ്ങൾ. ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, അതായത് കാലാവസ്ഥ വന്നിട്ടുള്ള വ്യതിയാനം കൊണ്ടാണ് തകർച്ചയുണ്ടായതെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീക്വന്റ് ഫ്ലഡ്, പ്രളയം, നിരന്തരം ഉണ്ടാകുന്ന പ്രളയം, അതുപോലെ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, അതുപോലെ എക്സസീവ് യൂസ് ഓഫ് ലാൻഡ്, അതായത് ഭൂമിയുടെ അമിതമായിട്ട് ഉപയോഗിക്കാം. ഈ 4 കാരണങ്ങളും ആണ് കൂടുതലായിട്ട് അതിൽ പ്രോമിനൻ്റ് ആയി നിൽക്കുന്നത്. അപ്പോൾ ഇത് നന്നായി പഠിക്കുക. Recording human history of ancient period is a very difficult and laborious task. Since no written evidence is available, we rely only on archaeological evidence to learn about humans and their lives in prehistoric times. Historians have recorded the history of humans since the beginning of analyzing such archaeological evidences. അതായത് പണ്ട് കാലത്തുള്ള മനുഷ്യരെക്കുറിച്ചും അവരുടെ ചരിത്രങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ രേഖപ്പെടുത്തുക വളരെയധികം പ്രയാസകരമായിരുന്നു. അവർ എഴുതപ്പെട്ടിട്ടുള്ള തെളിവുകളിലൂടെ ഒന്നുമല്ല നമുക്കിത് കണ്ടെത്തിയിട്ടുള്ളത്. നമ്മൾ നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടും അതുപോലെ തന്നെ ചരിത്രശേഷിപ്പുകളുടെ, പുരാതന വസ്തുക്കളുടെ തെളിവുകളും കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. Okay, while fossils remains provide evidence of humans that evolved millions of years ago, stone weapons, tools and cave paintings tell us about the peoples in the Stone Age. അതായത് ഈ ഫോസിലുകളിൽ നിന്നൊക്കെയാണ് നമുക്ക് മനുഷ്യരുടെ അവശിഷ്ടങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെയാണ് നമുക്ക് തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗുഹാചിത്രങ്ങൾ, അതിൽ നിന്നൊക്കെയാണ് നമുക്ക് എന്താണ് അവരുടെ ആ കാലത്തുണ്ടായിരുന്ന രീതികൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. The beginning of agriculture and the development of settled life during the Neolithic period were milestone in the human history. The civilization that emerged in different parts of world during the Bronze Age revealed the history of achievements humans during the period. It is the knowledge and practices formed in ancient civilizations laid the foundation of our culture. We can use such reminders that past as stepping stone for the future. അതായത് ഈ പണ്ട് കാലങ്ങളിലുള്ള ഇതുപോലെയുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മുടെ മുന്നോട്ടുള്ള ഭാവിയിലേക്കുള്ള ചവിട്ടുപടികളായി നാം കാണേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിലുള്ളത്. ഏർലി ഹ്യൂമൻ ആൻഡ് സിവിലൈസേഷനിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം മനുഷ്യരെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ മനുഷ്യരുടെ ആൻസിസ്റ്റേഴ്സിനെ കുറിച്ചിട്ട്, അതുപോലെ സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ്, അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് സിവിലൈസേഷൻ്റെ 4 സിവിലൈസേഷനെ കുറിച്ച് പഠിച്ചു. അതിലെ സയൻസ്, അതുപോലെ തന്നെ ആർട്ട് ഓഫ് റൈറ്റിംഗ്, അവരുടെ ലൈഫ് സ്റ്റൈൽ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ കുറച്ച് ഭാഗങ്ങളായിട്ട് കാണുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇതിലെ ചോദ്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. അതായത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അടയാളപ്പെടുത്താൻ കഴിയുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് മലയാളം മീഡിയവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടർ അത് ചെക്ക് ചെയ്യുക. അതുപോലെ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മറ്റുള്ള സബ്ജക്ട്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ കൂട്ടുകാർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.